എല്ലാ പ്രേക്ഷകർക്കും ലാലേട്ടൻ അപ്ഡേറ്റ്സിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അങ്ങനെ ലാലേട്ടൻ സത്യനന്ദിക്കാട് കൂട്ടുകെട്ട് ഒന്നിച്ച 20ാമത്തെ ചിത്രമായ ഹൃദയപൂർവ്വം വിജയകരമായിട്ട് ആദ്യ ദിവസം പിന്നിട്ടുകൊണ്ട് രണ്ടാം ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ചിത്രത്തിന്റെ ആദ്യ ദിവസത്തെ ഡീറ്റെയിൽഡ് ട്രാക്കിംഗ് കളക്ഷൻ അപ്ഡേറ്റ് ആണ് കേരള ട്രാക്കിംഗ് കളക്ഷൻ അപ്ഡേറ്റ്. പിന്നെ രണ്ടാം ദിവസത്തെ ചിത്രത്തിന്റെ പോക്ക്, ടിക്കറ്റ് ബുക്കിംഗിലെ പോക്ക് എങ്ങാട്ടാണ്, ഇതൊക്കെയാണ് നമ്മുടെ വീഡിയോയിലൂടെ ഇന്ന് പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ ആദ്യം ട്രാക്കിംഗ് വെബ്സൈറ്റുകൾ പുറത്തുവിടുന്ന ആദ്യ ദിവസത്തെ കേരള ട്രാക്കിംഗ് കളക്ഷനിലേക്ക് പോകുമ്പോൾ ഇന്നലെ ഹൃദയപൂർവ്വം എന്ന സിനിമയുടെ പേരിൽ ട്രാക്ക് ചെയ്തിരിക്കുന്ന കേരള ഷോകളുടെ എണ്ണം 1295 ആണ്. ഓഡിയൻസായി ട്രാക്ക് ചെയ്തിരിക്കുന്നത് 1,75,000-ൽ പരം പ്രേക്ഷകരെയാണ്. ആവറേജ് തിയേറ്റർ ഓക്യുപ്പൻസി 50%. ഇന്നലെ ആദ്യ ദിവസം മാത്രം 10 ഹൗസ്ഫുൾ ഷോകളും ഓൾമോസ്റ്റ് ഫിൽ ഷോകളായി 88 ഷോകളും ഫാസ്റ്റ് ഫിൽ ഷോകളായി ഹൃദയപൂർവ്വം 253 ഷോകളുമാണ് കേരള ബോക്സ് ഓഫീസിൽ പ്രദർശിപ്പിച്ചത്. അങ്ങനെ ടോട്ടൽ ഫൈനൽ കേരള ട്രാക്കിംഗ് കളക്ഷൻ അപ്ഡേറ്റുകൾ പ്രകാരം ആദ്യ ദിവസം കേരള ബോക്സ് ഓഫീസിൽ 2,88,00,000 രൂപയാണ് ട്രാക്കിംഗ് കളക്ഷനിലൂടെ മാത്രം ഹൃദയപൂർവ്വം സ്വന്തമാക്കിയിരിക്കുന്നത്. കഴിഞ്ഞ 24 മണിക്കൂറുകൾ കൊണ്ട് ബുക്ക് മൈ ഷോയിലൂടെ മാത്രം ഹൃദയപൂർവ്വത്തിന്റെ പേരിൽ വിറ്റഴിച്ചത് ഏകദേശം 1,13,000-ൽ പരം ടിക്കറ്റുകളാണ്. ഈ ചിത്രത്തിന്റെ ഇന്നത്തെ സ്റ്റാറ്റസ് നോക്കുമ്പോൾ രാവിലെ 7 മണിക്ക് കൊച്ചിയിൽ മാത്രം നോക്കുമ്പോൾ 121 ഷോകളാണ് ചിത്രം ഇനി പ്രദർശിപ്പിക്കാനുള്ളത്. അതിൽ 30 ഷോയും ഇപ്പോൾ തന്നെ ഓറഞ്ച് അലേർട്ടാണ്. കൊച്ചിയിൽ 26 സെന്ററുകളിലാണ് ചിത്രം പ്രദർശനം തുടങ്ങിയത്. ആദ്യ ദിവസം തന്നെ ആഗോള ബോക്സ് ഓഫീസിൽ നിന്നും 7 കോടിക്ക് മുകളിലാണ് ചിത്രം കളക്ഷൻ പ്രതീക്ഷിക്കുന്നത്. ഒരു ഫീൽ ഗുഡ് കോമഡി ഗണത്തിൽപ്പെടുന്ന ചിത്രത്തിന് മികച്ച കളക്ഷനാണ് ആദ്യ ദിവസം സ്വന്തമാക്കാൻ സാധിച്ചിരിക്കുന്നത്. ഹൃദയപൂർവ്വത്തിന് ഇന്നും മികച്ച ബുക്കിംഗ് ഉള്ളത് കൊണ്ട് തന്നെ രണ്ടാം ദിവസവും 2 കോടിക്ക് മുകളിലുള്ള ഒരു കേരള കളക്ഷനും ആഗോള കളക്ഷനും ചിത്രത്തിന് ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. വീഡിയോ കാണുന്ന പ്രേക്ഷകരിൽ ആരൊക്കെ ലാലേട്ടന്റെ ഹൃദയപൂർവ്വം എന്ന സിനിമ കണ്ടിട്ടുണ്ടെന്ന് താഴെ കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഓർമ്മിപ്പിക്കുന്നു. അടുത്തൊരു അപ്ഡേറ്റുമായി നമുക്ക് വീണ്ടും കാണാം.